ഹാവ് അങ്ങനെ വീടെത്തി. അടിപൊളി ട്രിപ്പായിരുന്നു. ഇനി നായകര കണ്ടില്ലെന്ന് ഇവിടെ ആരും പറയില്ലല്ലോ. നല്ല ട്രിപ്പായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ 3 പേര് വണ്ടി മാറി ഓടിച്ചോണ്ടേ ആ ക്ഷീണം ഒട്ടും അറിഞ്ഞില്ല. 3 പേരോ? 3 പേര് ആര്? ഇച്ചാനും വേവേക്ക് മാത്രല്ലേ വണ്ടി ഓടിച്ചോളൂ. അപ്പൊ ടീനെ ഓടിച്ചോ? ഓ ഇച്ചിരി എത്രല്ലേ. അതിനെന്താ, നിന്നേക്കാൾ ഭേദമല്ലേ. ഓ പിന്നെ ആ അത് വിട്. ദേശം തുടങ്ങാൻ സമയമായി. നീ ഫുഡ് എടുത്ത് വെക്ക്. ശരി. എനിക്കും പഠിക്കണം. ആ ആ അത് കുറച്ച് പഠിക്കുന്നത് നല്ലതാ. ഈ കറി വായിൽ വെക്കാൻ കൊള്ളില്ല. പിന്നെ നിനക്ക് വിഷമാവെന്ന് പറഞ്ഞ് പറയാണ്ടിരുന്നതാ. അതല്ല. ഏതല്ല? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നല്ലേ ഇഷ്ടപ്പെടും. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. ആ ബെസ്റ്റ്. വാൾമാർട്ടിലെ കാർട്ട് പോലും നേരെ തള്ളാൻ അറിയാത്തവളാ. അത് വേണോ? വേണം. എനിക്ക് നാട്ടിൽ ലൈസൻസ് ഒക്കെ ഉള്ളതാ. ഒന്ന് ടച്ച് വിട്ടു പോയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. ഇത്തവണ ക്രിസ്മസിന് നാട്ടിൽ പോവാന്ന് അമ്മയോട് വാക്ക് കൊടുത്തതാ. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. ഏത് കാര്യം? ആ വിട്. നിനക്ക് ഈ പാതിരാത്രി വണ്ടി ഓടിച്ച് ഒരിടത്ത് പോണ്ടല്ലോ. വീക്കെൻഡ് ആകട്ടെ, സമാനം ഉണ്ടാകാം. ഇതെന്താ സംഭവം? ഇതാണ് സ്റ്റുഡന്റ് ഡ്രൈവർ ബോർഡ്. ഇനി ഈ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം ജീവനിക്കൊതിയുള്ള സായിപ്പന്മാരും നമ്മുടെ വണ്ടിയുടെ അടുത്ത് വരില്ല. അയ്യേ, എന്റെ ഉള്ള വില പോവും. പിന്നെ മനുഷ്യന്റെ ജീവൻ പോയിരിക്കുന്ന അവിടെ നോക്കുന്നത്. അപ്പോഴാണ് അവളുടെ ഒരു വില. ഇനി ഇതിന്റെ ബേസിസ് കുറച്ച് ഞാൻ പറഞ്ഞു തരാം. ABC അല്ലേ? അതെനിക്കറിയാം. ABC ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ക്ലച്ച് തേങ്ങാ കൊല. നിന്റെ അപ്പം പണ്ട് ഓടിച്ചിരുന്ന മാരുതി 800 അല്ല ഇത്. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഇനി ഗിയർ അപ്പൊ ബ്രേക്കിന്റെ കുഴപ്പമാണോ ഇനി? അപ്പൊ നീ ചവിട്ടിന്റെ കുഴപ്പമല്ല. ആ മതി മതി, നീ അത് പറഞ്ഞത്. പൊണ്ടാരം. What the f***? Man, my wife is learning car. I'm so sorry, man. This is not the place to do it. ആളിയാ പണ്ടാരം നോക്കിയേ. ചെറിയൊരു തട്ടേ ഉള്ളൂ. റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് ചെറിയായിട്ട് ഇതാണ് സെറ്റ് ആയിട്ട് പോയിട്ടുണ്ട് വെച്ചാനെ. $500. $150 അത്രേ ഉള്ളൂ. Okay, okay, let me call the cop. നീ കോപ്പനെ വിളിക്കണ്ട. ഫോൺ കിട്ടി. അത് ഡയലോഗ് വേണ്ട. പൈസ ഇടും എല്ലാം സെറ്റിൽ ചെയ്തേക്ക്. കറക്റ്റ് ആണോ നോക്ക്. എന്നിട്ട് 500 100 വൈകുന്നേരത്തെ വള്ളം കളിക്ക് മാറ്റിക്കോ. ഓക്കെ ഓക്കെ അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ വൈകിട്ടാണോ? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ നേരെ നോക്കി ഓടിക്കണമെന്ന്. ഇപ്പൊ കണ്ടില്ലേ കൊണ്ടിടിച്ചത്. മനുഷ്യന്റെ കയ്യിരിക്കുന്ന കാശ് പോയി. ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ ഓടിച്ചത്. അയാൾ റോങ് സൈഡ് കയറി വന്നിട്ടല്ലേ. പിന്നെ അയാളല്ലേ റോങ് സൈഡിൽ വന്നത്. നിന്റെ കാലിൽ ബ്രേക്ക് അല്ലേ ഇരിക്കുന്നത്. ചവിട്ടി കൂടെ. ബ്രേക്ക് ഔട്ടിയ ബാക്കിലുള്ള ആളൊന്നും നിൽച്ചാൽ തന്നെയല്ലേ പറഞ്ഞത്. ആ പറ്റ കണ്ടുപിടിക്കും. കമൽ എത്ര നന്നായിട്ടാ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. പട്ടര്. ലെഫ്റ്റ് இந்த സൈഡ് ഉള്ളപ്പോ പാത്ത് ബ്രേക്ക് ചവിട്ട്. പണ്ടാരം. നീ വണ്ടി ഇട്ടിരിക്കോന്തേ. அப்ப வைப்பர் போடண்டாமா? പോടാം. എല്ലാം ചൊല്ലിത്തറേൻ. ഞാൻ ഓരോന്നാ ചൊല്ലിത്തറ. മറക്കാതെക്ക് ചൊല്ലിത്താങ്കോട്ടെ. എല്ലാം ചൊല്ലിത്തറേൻ. അത് സാരമില്ല, വിട്ടുകള. നീ ഗിയർ ഡ്രൈവിലിട്ടിട്ട് പതുക്കെ വണ്ടി എടുത്തേ. വീട്ടിൽ പോ. അങ്ങനെ ഞാനൊരു ഡ്രൈവറായി. പാസ്സായോ? പിന്നെ അല്ലാണ്ട് ഇത് നോക്ക്. സൂപ്പർ, അടിപൊളി. മാനേജർ വിളിച്ചിരുന്നു. 11 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, വേഗം പോണം. ഇച്ചായ റൈറ്റാ, ഷാർപ്പ് ടേണാ. സ്റ്റോപ്പ് സൈൻ. നിർത്ത്. സ്റ്റോപ്പ് സൈന് മുന്നല്ലേ നിർത്തേണ്ടത്. ചേടാ, ഇവിടെ സ്പീഡ് ലിമിറ്റ് 25 അല്ലേ. ഇച്ചാൻ എന്തിനാ 35 പോകുന്നത്? ഞാൻ ഓടിക്കുമ്പോൾ ഇതൊക്കെ പറയുമല്ലോ. എന്തോന്നും മിണ്ടാത്തെ. ലൈൻ്റെ നടുക്കൂടെ പോ. ഇച്ച എന്തപ്പോഴും സൈഡ് കയറുന്നു പോകുന്നേ. സിഗ്നലിനകത്ത് ഇത്ര ജോക്ക് വരുന്നേ. ഒന്നുമില്ല. പുല്ല് വേണ്ടായിരുന്നു. വേണ്ടായിരുന്ന